നിലമേക്കരി പാടശേഖരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം കാരണം വലഞ്ഞിരിക്കുകയാണ് കർഷകർ. അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണമാണ് ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം. മുൻപും പ്രശ്നമുയർത്തിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല എന്നും കർഷകർ പറയുന്നു. കാലാകാലങ്ങളായി കൃഷി ചെയ്തു വന്നിരുന്ന പാടശേഖരത്തിൽ ഇപ്പോൾ 15 ഹെക്ടർ ഭൂമി തരിശാണ്. മഴക്കാലത്ത് അശാസ്ത്രീയമായി പണിത ഹൈവേയിൽ നിന്നും തോടുവഴിയും വെള്ളം കയറാൻ തുടങ്ങിയതോടെയാണ് ഈ അവസ്ഥയെന്ന് കർഷകൻ പറയുന്നു. ഈ ഹൈവേയിലെ റോഡ് വന്ന ശേഷം അശാസ്ത്രീയമായ രീതിയിലുള്ള പണികളിൽ സംഭവിച്ചത് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ല. ഉള്ള ചാലുകളെല്ലാം എക്കലും ചെളിയും അടഞ്ഞിടക്കുക. ഇത് കോരി മാറ്റില്ല, കാലാകാലം കോരി മാറ്റില്ല. പല പ്രാവശ്യം നമ്മൾ മന്ത്രിയെ കണ്ടിട്ടുണ്ട്, പല ആവർത്തി ഓഫീസർമാരെ കണ്ടിട്ടുണ്ട്. ഫണ്ടില്ല എന്നുള്ളൊരു അവസ്ഥ പറഞ്ഞ് ഞങ്ങൾ മടക്കി അയക്കുകയാണ് പതിവ്. ഈ അവസ്ഥയിലും വെള്ളം പമ്പ് വഴി വറ്റിച്ച് നെൽകൃഷി ചെയ്യുമായിരുന്നു. പക്ഷേ വേണ്ടത്ര പമ്പ് സെറ്റുകളുടെ അഭാവം മൂലം കൃഷി മുടങ്ങിയിരിക്കുകയാണ്. ഇത് തുടരുമ്പോഴാണ് പ്രദേശത്ത് റോഡുകളോട് ചേർന്ന് പുതിയ ഓടകൾ പണിയാനുള്ള നടപടി. ഇത് നിലവിലെ വെള്ളക്കെട്ടിനേക്കാൾ വെള്ളം ഉയരാനും കൃഷി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കും എത്തിക്കും. ഒപ്പം വീടുകളിൽ വെള്ളം കയറി പ്രദേശവാസികൾ ദുരിതത്തിലാകും. വെള്ളം പമ്പ് ചെയ്ത് തോട്ടിൽ വെള്ളേനക്കായലിൽ ഇറക്കി അതിന്റെ കൈവഴിയായി തോട്ടിൽ ഇറക്കിയാലേ ഇത് കരമനാറി പോകത്തുള്ളൂ. അപ്പൊ ഇത് ഒഴുകി പോകാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണം. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആവശ്യം നമുക്ക് നിലവിൽ ഇപ്പോൾ ഒരു പമ്പ് ഒന്ന് റിപ്പയർ ചെയ്താൽ മതി, ഒരു പമ്പ് ഇത്രേ ഉള്ളൂ. വണ്ടുകൾ കുറച്ചുകൂടെ പൊക്കി വെള്ളം പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ കാലാകാലങ്ങളിൽ കൃഷി ചെയ്യാം. വിഷയത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി ശിവൻകുട്ടിയെയും ഇറിഗേഷൻ മിനിസ്റ്റർ റോഷി അഗസ്റ്റിനെയും നേരിട്ട് കാണാൻ ഒരുങ്ങുകയാണ് കർഷകർ. മീഡിയ 1 തിരുവനന്തപുരം.